ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. ഞാൻ ഈ റൂം ടൂർ കഴിഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളെ റൂം ടൂർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ രാവിലെ എണീറ്റാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തായാലും നമ്മൾ ചെറുതായിട്ടെങ്കിലും സ്ക്രോൾ ചെയ്യും. അങ്ങനെ ഞാനും ചെറുതായിട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അറിയാലോ, ഇതൊരു ബാഡ് ഹാബിറ്റ് ആണ്. ഈ ഒരു ദിവസം തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ തലേ ദിവസം വരെ രാവിലെ ഒന്നും ഇത്ര ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സൺലൈറ്റ് ഒന്നും ഇല്ല, കുറച്ച് ഗ്ലൂമി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നെന്തോ മൊത്തത്തിൽ നല്ലൊരു കാലാവസ്ഥ, നല്ല ലൈറ്റും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഈ ബെഡും കട്ടിലൊന്നും ഇവിടെ അല്ലായിരുന്നു, വേറെ പൊസിഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇട്ടപ്പം എന്തോ നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. റൂമിന്റെ ഈ ഒരു ബെഡിലേക്ക് ലൈറ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല, വിൻഡോന്റെ പുറത്തോട്ട് നോക്കുമ്പം നല്ല രസമുണ്ട്. സമയം ഇപ്പോൾ 7:30 ആവാനായിട്ടുണ്ട്. ഞാനൊരു 6:45 ആ ഒരു സമയത്ത് എണീറ്റിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പം ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് കുറച്ച് നേരത്തെയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലിരിക്കുക, അങ്ങനെ പുറത്തു പോകേണ്ട പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ വീട്ടിലിരിക്കുക എന്നുള്ള പ്ലാൻ മാറി. വൈകുന്നേരം ഫ്രണ്ട്സിനോട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ മൈൻഡ് തീരുമാനം എടുക്കുകയും ചെയ്തു. ഒരു ഹോം ബോഡി വ്ലോഗ്, അങ്ങനെ പുറത്തൊന്നും പോവാത്തൊരു ദിവസം എന്നൊക്കെ തീരുമാനിച്ച് വെച്ചതാണെങ്കിലും എന്തുകൊണ്ടോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. പുറത്തു പോവാ, അങ്ങനെ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ ആയി മാറി ഈ ഒരു ദിവസം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബെഡിൽ ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കാൻ നല്ല രസമാണ്. ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ സണ്ണിൻ്റെ ഇങ്ങനത്തെ ലൈറ്റ് കാണുമ്പം ഭയങ്കര ഒരു ഡ്രീമി എഫക്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്നത്തെ ദിവസവും ആ ഒരു ലൈറ്റും ഒക്കെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി. ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം വരെ നല്ല ഗ്ലൂമി അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് എവിടെ നിൽക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പുറത്തൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്: ചായയും നൂൽപുട്ടും അതുപോലെ തന്നെ തേങ്ങാപ്പാലും. വെറും തേങ്ങാപ്പാലല്ല, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട തേങ്ങാപ്പാലാണ്. പിന്നെ എന്താ, ഇതിന് ഇടിയപ്പം എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വേറെ ജില്ലക്കാരൊക്കെ പറയാം. ഇനിയിപ്പം കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു ഏരിയയിൽ മാത്രമാണോ നൂൽപുട്ട് എന്ന് പറയുന്നത് എന്ന് അറിയില്ല കേട്ടോ. ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് എന്താ ചെയ്യാന്ന് ഇങ്ങനെ എഴുതിയത്. പിന്നെ മെയിനായിട്ട് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണണം. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇങ്ങനെ ഇളകിയിരിക്കുന്നുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്ത് പുതിയ നെയിൽ കളറൊക്കെ ഇട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 8 എപ്പിസോഡൊക്കെ വരുന്ന ദ വണ്ടർ ഫൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്, കൊറിയൻ സീരീസാണ്. കുറച്ച് ടൈം ട്രാവൽ അങ്ങനെയൊക്കെ വരുന്നതാണ്. ഞാൻ ആകെ 2-3 എപ്പിസോഡ് എത്തിയിട്ടേ ഉള്ളൂ.
ഈ ഒരു ബോക്സിലെ പ്രൊഡക്റ്റ് എനിക്ക് ഇന്നലെ വന്നതാണ്. ഇന്നലെ നല്ലോണം ഇരുന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലുള്ളത് നമ്മുടെ മിനിയേച്ചർ ഹൗസ് ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ ചെയ്ത് ശരിയാക്കി ഒരു കുഞ്ഞു വീടുണ്ടാക്കുന്ന സംഭവം, അതാണ്. അതിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുണ്ട്. അതെപ്പോൾ എടുക്കണം, എത്ര സമയം കൊണ്ട് തീരും, ഇന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ്. ആ വീഡിയോ മിക്കവാറും ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ മാത്രമേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇയാളിവിടെ വന്നിങ്ങനെ ഇരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ബെഡൊക്കെ അടുപ്പിച്ച് വെച്ചപ്പം എന്തോ ഈ ഒരു സ്പേസ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ച് വെച്ച സംഭവമാണ് ഈ ഒരു സ്കെച്ച് ബുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ഒരു സ്കെച്ച് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനിരുന്നെങ്കിലും എത്രയോ മണിക്കൂർ ഞാനിങ്ങനെ ഇൻസ്പോ നോക്കിയിട്ട് ടൈം വേസ്റ്റ് ആക്കി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്ത് വരയ്ക്കണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. ചിലത് എടുത്തു നോക്കും, പക്ഷെ ഞാൻ വിചാരിക്കും ഇതെന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെ പിന്നെയും ബാക്ക് അടിക്കും. അങ്ങനെ നോക്കി കുറേ ടൈം വേസ്റ്റ് ആക്കി ലാസ്റ്റ് ഇതിലെത്തിപ്പെട്ടു. ഈ ഒരു മോഡലാണ് ഞാൻ വരയ്ക്കുന്നത്. പക്ഷെ ആ ഒരു ഫ്ലവറിനെ മാറ്റിയിട്ട് വേറെ ഫ്ലവർ ആക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ക്വയർ അല്ല, റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ സ്കെച്ച് ബുക്കും ഈ ഒരു ഇൻസ്പോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കാനിരിക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. കാരണം എനിക്ക് ആകെ ഒരു സ്കില്ല് പഠിക്കണം, ഇങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നോക്കണം, അത് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ വെറും ഒരു ബിഗിനർ മാത്രമാണ്. ഞാൻ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതും ഡ്രോയിങ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് അത്രയും കഴിവുണ്ട് അതൊന്നും അല്ല, പക്ഷേ എൻ്റെ ഒരു ഇതിൽ പ്രാക്ടീസ് ചെയ്താലേ കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് പറയാനാ, അങ്ങനെ എപ്പോഴൊന്നും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരച്ച് നോക്കൂല. കുറച്ച് ഇൻസ്പോ കാര്യങ്ങളൊക്കെ നോക്കി വരയ്ക്കുകയാണെങ്കിലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരണം എന്ന് മനസ്സിൽ വിചാരിക്കുമെങ്കിലും അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ഇൻസ്പോയിൽ കാണുന്ന അതേപോലെയൊന്നും എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം, അത്രയും പെർഫെക്ഷനിൽ വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഇത് ബുക്കൊക്കെ എഴുതിയിരുന്നത്. എന്തായാലും ഒന്ന് വരച്ച് നോക്കണം, കാരണം മടി കൊണ്ട് ഞാനിതൊന്നും ചെയ്യാറില്ല. പിന്നെ ചെയ്യുമ്പം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. ഞാനിപ്പോൾ പോയിന്റ് ചെയ്ത് കാണിച്ച ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഞാനതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ പെർഫെക്ഷന് വേണ്ടിയിട്ട് വരയ്ക്കല്ല. പെർഫെക്ഷൻ നോക്കിയാൽ എന്നെ കൊണ്ടൊന്നും നടക്കൂല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനിങ്ങനെ ചെയ്തു പോവുക. പിന്നെ മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആവണം, പെർഫെക്ഷൻ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ, നമുക്കത് ചെയ്യുമ്പം ഹാപ്പിനെസ് തരുന്നുണ്ടോ, നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ ചെയ്യുന്നത്, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വേറൊരാളെ വാലിഡേഷൻ അല്ലെങ്കിൽ പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റാണ് എടുത്തത്. പക്ഷേ ഇൻസ്പോ നോക്കാൻ ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ പുറത്തു പോകാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം തന്നെ ഞാൻ മാങ്ങ കഴിച്ചു, പിന്നെ ലഞ്ചും കഴിച്ചിട്ടുണ്ട്. എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു 2:30-2:45 ആ ഒരു സമയമൊക്കെ ആയപ്പം റെഡിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. പിന്നെ കുറച്ച് സൺസ്ക്രീനും BB ക്രീമും കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആസ് യൂഷ്വൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇന്ന് പുറത്തു പോകുമ്പോൾ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിലൊന്നും ഇടാനില്ല, ബാഗിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നേ ഇല്ല. എന്നാലും എനിക്ക് പുറത്തു പോകുമ്പോൾ ബാഗ് നിർബന്ധമാണ്. ആ ഒരു പ്ലാനർ അതിലിട്ടത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വെറുതെ ഒരു സാധനം ഇല്ലാണ്ട് ബാഗ് എങ്ങനെയാണ് തൂക്കി പിടിച്ച് കൊണ്ടുപോവുക? അതുകൊണ്ട് വെറുതെ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാനർ ഇട്ടേ ഉള്ളൂ. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാട്ടോ. എനിക്കറിയാം ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. വൈകുന്നേരം ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്ത് തട്ടുകടയിൽ ചായ കുടിക്കാൻ പോകുന്ന ഒരു ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ആണ് ഇത്. ആ ഒരു ബാഗൊക്കെ ഇട്ടപ്പോൾ എന്തോ കോളേജിൽ പോകുന്ന വൈബുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ 5 പേരും ഒരുമിച്ച് മീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് ഞങ്ങൾ 5 പേരും ഒരുമിച്ച് കണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ 2 പേര് കാണും 3 പേര് കാണും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും കാണുകയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം മീറ്റ് ചെയ്തു. അതും ഒറ്റ മൈൻഡിൽ തീരുമാനം എടുത്തിട്ട് വന്നത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കും, പക്ഷെ ഒന്നും നടക്കില്ല. ഇതെന്തോ ഒറ്റ മൈൻഡിൽ തീരുമാനിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങ് നടന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി ആ ഒരു വയലിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് അങ്ങ് അറ്റത്തെത്തിയാൽ നല്ല സൺസെറ്റ് കാണാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയം ആയിട്ടില്ല, എന്നാലും ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് നടന്നു പോയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. വൈകുന്നേരത്തെ ആ ഒരു ലൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. സൺസെറ്റ് ആവുന്നതിൻ്റെ മുന്നേ ഉള്ള ആ ഒരു ഗോൾഡൻ അവർ അല്ല, ആ ഒരു സമയം നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. എൻ്റെ എറണാകുളത്തുള്ള ഫ്രണ്ട് എന്ന് പറയുന്ന ഫ്രണ്ടാണ് കേട്ടോ അത്. അവളിപ്പം BEd ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ വെയിലത്ത് കാണാൻ നല്ല രസമുണ്ടെങ്കിലും അത്രയും ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു പോയിട്ട് വീണ്ടും വന്ന വഴിക്ക് തന്നെ തിരിച്ചു നടന്നു. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ സമയം സംസാരിച്ചു. അവിടെ ഇങ്ങനെ കുട്ടികൾ നീന്തുന്നുണ്ട്, പിന്നെ നടന്നു പോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, കളിക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ സൺസെറ്റ് ആവുന്ന ആ ഒരു ടൈം ആവുമ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നത്. അങ്ങനെ സൺസെറ്റിന്റെ സമയമായി, സ്കൈന്റെ കളറൊക്കെ മാറുന്നുണ്ട്, കുറച്ച് നല്ല ക്ലൗഡ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു. അതുപോലെ ആ വ്യൂ ആണെങ്കിലും ക്യാമറയിൽ എത്രമാത്രം കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ക്യാമറ ഉള്ളതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ സൈഡിലോട്ട് പോയിട്ട് കുറച്ചുകൂടെ ഇവിടെ നല്ല ക്ലൗഡ്സ് ഒക്കെ വരുന്നുണ്ട്. അവിടുന്ന് ഒരു റീൽസ് ഒക്കെ എടുത്തു. ഞങ്ങളുടെ ഒരു സീക്രട്ട് അക്കൗണ്ട് അല്ല, പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ട്. അതിൽ പോസ്റ്റ് ചെയ്യാനും ചെറിയൊരു റീൽസ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു ഷോപ്പ് കയറിയിട്ട് ഒരു ചോക്കോ ബാറും കൂടെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ചെറുതായിട്ട് പ്രാണി കണ്ണിൽ കയറിയിട്ട് റെഡായി പോയിട്ടുണ്ടായിരുന്നു കണ്ണ്. പിന്നെ കുളിച്ച് ഫ്രഷായി ഞാൻ നേരത്തെ തുടങ്ങി വെച്ച സീരീസ് ബാക്കി കാണാൻ വേണ്ടിയിട്ടിരുന്നു. അന്നത്തെ ദിവസം രാത്രി അങ്ങനെ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തത് ഗ്രൂപ്പിലിട്ടു. നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നോക്കി എഡിറ്റ് ചെയ്തു, അത്രയൊക്കെ തന്നെ. ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര അടിപൊളിയായിട്ടൊരു ദിവസം ഉണ്ടാവുന്നത്. അതുമാത്രമല്ല എനിക്കിന്നത് ഡോക്യുമെന്റ് ചെയ്യാനും പറ്റി. അതുകൊണ്ട് ഞാൻ ഹാപ്പി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. Thanks for watching. Do subscribe. Bye.